ഹായ്, സ്വാഗതം. ഫിസിക്സ് PYQs ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ടർ കെപ്റ്റ് ഇൻ ആൻ earthen pot cools well due to the phenomenon of vaporization. മൺകൂജയിലൊക്കെ മൺകുടത്തിൽ വെക്കണ വെള്ളം എപ്പോഴും നല്ല തണുത്തിരിക്കും. അത് എന്തുകൊണ്ടാണ്? അത് വാപ്പറൈസേഷൻ, ബാഷ്പീകരണം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. The compound used to regulate the setting time of cement is gypsum. എക്സാമ്പിൾ ഓഫ് സെമി കണ്ടക്ടർ. സിലിക്കൺ ഒരു സെമി കണ്ടക്ടറാണ്, അതായത് സിലിക്കൺ ഒരു അർദ്ധചാലകമാണ്. അതായത് വൈദ്യുതിയെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ അർദ്ധചാലകങ്ങൾ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സിലിക്കൺ, ജെർമേനിയം, ഗാലിയം, ആർസനിക് ഇവയൊക്കെ സെമി കണ്ടക്ടേഴ്സ് ആണ്. The main reason for stars appear to be twinkle for us is refraction of light. പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന പ്രതിഭാസം കാരണമാണ് നമുക്ക് സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത്. ഈ അപവർത്തനം കാരണമാണ് സ്റ്റാർസ് ഒക്കെ ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. Of the following, which one is not an allotrope of carbon? കാർബണിൻ്റെ അല്ലോട്രോപ്പ് അല്ലാത്തത് ഏതാണ്? ഇതിൽ നാഫ്തലിൻ കാർബണിൻ്റെ അല്ലോട്രോപ്പ് അല്ല. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ ഇതെല്ലാം കാർബണിൻ്റെ അല്ലോട്രോപ്പാണ്. അല്ലോട്രോപ്പ് എന്ന് പറയുന്നത് ഈ ഒരേ മൂലകത്തിൻ്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളെയാണ് നമ്മൾ അല്ലോട്രോപ്പ് എന്ന് പറയുന്നത്. ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് അല്ലോട്രോപ്പുകൾ. കാർബണിൻ്റെ അല്ലോട്രോപ്പാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. ഈ ഫുള്ളറിനെ നമ്മൾ ബക്കി ബോൾസ് എന്നും വിളിക്കും. When water is cooled, ice is formed. By which of the following reasons does this changes occur? വാട്ടർ കൂൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? വാട്ടർ കൂൾ ചെയ്യുമ്പോൾ ഐസ് ഉണ്ടാവും. ഇത് എന്ത് റീസൺ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വോളിയം ഡിക്രീസ് ചെയ്യുകയും ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വാട്ടർ കൂൾ ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഐസ് ഫോം ചെയ്യുന്നത്. When water is cooled, ice is formed. By which of the following reasons does this changes occur? Volume decreases and density increases. The type of waves used by artificial satellites for communication purpose. കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ ഉപയോഗിക്കുന്ന വേവ്സ് ഏതാണ് എന്നാണ് ചോദ്യം. മൈക്രോവേവ്സ് ആണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. വിച്ച് among the following is not a ഗ്രീൻ ഹൗസ് ഗ്യാസ്? കാർബൺ മോണോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. കാർബൺ മോണോക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. മീഥെയിൻ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവയൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ ഉൾപ്പെടുന്നവയാണ്. ഫ്രീക്വൻസി ഓഫ് അൾട്രാസൗണ്ട് വേവ് ഈസ് ടിപ്പിക്കലി അബൌട്ട് 20,000 kHz. 20,000 കിലോഹെർട്സിന് മുകളിലാണ് അൾട്രാസൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസി. സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഹയർ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയം? സോളിഡ്സിലാണ് സൗണ്ടിന് ഏറ്റവും സ്പീഡ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് വേവ് അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് റേ ഈസ് യൂസ്ഡ് ഇൻ റിമോട്ട് കൺട്രോൾ ആൻഡ് നൈറ്റ് വിഷൻ ക്യാമറ? റിമോട്ട് കൺട്രോളിലും നൈറ്റ് വിഷൻ ക്യാമറാസിലൊക്കെ യൂസ് ചെയ്യുന്ന റേ ആണ് ഇൻഫ്രാറെഡ് റേ. In a kerosene lamp, the oil rises up along with the wick due to capillary action. കേശികത്വം. ദിസ് കാപ്പിലറി റൈസ് ഒക്കേഴ്സ് വെൻ കാപ്പിലറി റൈസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അഡഹസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ കോഹസീവ് ഫോഴ്സ് ആകുമ്പോൾ. അഡഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് നമ്മൾ അഡഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. കോഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് കോഹസീവ് ഫോഴ്സ്. ഈ അഡഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ആയിട്ട് ഇരിക്കുമ്പോഴാണ് കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത്, കേശികത്വം സംഭവിക്കുന്നത്. വെൻ അഡഹസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ കോഹസീവ് ഫോഴ്സ്. When small to moderate earthquake occur, certain sound waves are produced. Even though certain animals respond to it, we can't hear this. This is because in this case, the sound waves produced is less than 20 Hz. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി, സൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 മുതൽ 20,000 ഹെർട്സ് വരെയുള്ളതാണ്. 20ൽ താഴെയുള്ള ഫ്രീക്വൻസി നമുക്ക് കേൾക്കാൻ സാധിക്കില്ല.
അതുപോലെ 20,000 ഹെർട്സിന് മുകളിലുള്ള ഫ്രീക്വൻസി സൗണ്ട് വേവ്സും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി മാത്രമേ നമുക്ക് മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. വാട്ട് ഈസ് ഗഗൻയാൻ? എന്താണ് ഗഗൻയാൻ? The human space flight programmed to be launched around 2022. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാവുന്നു. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ഉൽപ്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്ന വാതകം. തീ അണയ്ക്കാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് LPGയിൽ ചേർക്കുന്ന ഒരു രാസവസ്തുവാണ് ഈഥൈൽ മെർകാപ്റ്റൺ. ഈഥൈൽ മെർകാപ്റ്റൺ ആണ് LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് LPGയിൽ ചേർക്കുന്ന രാസവസ്തു. അദിശ അളവുകളുടെ ഉദാഹരണം കണ്ടെത്തുക. സമയം ഒരു അദിശ അളവാണ്. ദിശയില്ല, ഇതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ സൈസ് മാത്രമേ ഈ ക്വാണ്ടിറ്റീസിനുള്ളൂ. അത്തരം ക്വാണ്ടിറ്റീസ് ആണ് അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലർ ക്വാണ്ടിറ്റീസ്. ഇവയ്ക്ക് ഡയറക്ഷൻ ഉണ്ടാവില്ല, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സമയം, മർദ്ദം, വ്യാപ്തം, വേഗത ഇവയൊക്കെ അദിശ അളവിന് ഉദാഹരണങ്ങളാണ്. സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആണ് സമയം, മർദ്ദം, വ്യാപ്തം, വേഗത എന്നിവയൊക്കെ. പ്രവേഗം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നതാണ് കണ്ടെത്തേണ്ടത്. ഭാഗികമായി ലയിക്കുന്നത് ക്ലോറോഫോം ആണ്. ജലത്തിൽ ഭാഗികമായി ലയിക്കുന്ന സംയുക്തമാണ് ക്ലോറോഫോം. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിതയാണ് ഋതു കരിതാൽ. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ഋതു കരിതാൽ. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചാലനം താപപ്രേഷണ രീതിയാണ്. സംവഹനം, വികിരണം എല്ലാം താപപ്രേഷണ രീതിയാണ്. ബാഷ്പീകരണം ഒരു താപപ്രേഷണ രീതി അല്ല. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് വേണ്ടി 4 ഉപഗ്രഹങ്ങൾ കുറഞ്ഞത് ആവശ്യമാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? അതിൻ്റെ ആവൃത്തിക്കാണ് മാറ്റമൊന്നും സംഭവിക്കാത്തത്. വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആവൃത്തിക്ക് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. ചാന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്. താങ്ക് യു.